അതിസമ്പന്നരുടെ ഇടയിൽ നടന്നുകൊണ്ടിരുന്ന മൃഗീയമായ വിനോദങ്ങളും പൈശാചികമായ ദൈവാരാധനയും അതിന്റെ ഭാഗമായിട്ട് കൊച്ചുകുട്ടികളെ, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയൊക്കെ ലൈംഗികമായി പീഡിപ്പിക്കുകയും കൊല്ലുകയും മാംസം ഭക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന വാർത്തകളൊക്കെ ഇപ്പോൾ എല്ലായിടത്തും കണ്ടുകൊണ്ടിരിപ്പുണ്ട്. ലോകത്തെ അതിസമ്പന്നർ പലരും ഇതിലൊക്കെ ഭാഗമായിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ അറിയുന്നു. എല്ലാവരും അധികം ഞെട്ടലോടെയാണ് ഈ വാർത്തകളൊക്കെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് പലരും എന്നോട് ചോദിക്കുന്നു, ഈ കൊച്ചു കുട്ടികളൊക്കെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്, എന്ത് പാപം ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നത്? ഇപ്പൊ മുൻ ജന്മങ്ങളിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അടുത്ത ജന്മത്തിൽ ഈ ഇതേപോലുള്ള വ്യക്തികളിലൂടെ ഇത്രയും മൃഗീയമായ അനുഭവങ്ങൾ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇവരൊക്കെ ഇനി നരകത്തിലല്ലേ പോകുന്നത് ഈ ചെയ്തവർ? ഇങ്ങനെയൊക്കെ പറഞ്ഞ പല സംശയങ്ങളുണ്ട്. ഇപ്പൊ എന്റെ പഴയ മെസ്സേജിലൂടെയൊക്കെ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കാണും. എങ്കിലും എന്റെ മെസ്സേജുകൾ കേൾക്കുന്നവർക്കും ആ സൃഷ്ടാവാൻ ദൈവമായിട്ട് ബന്ധം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച് ആ ദൈവത്തെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നവർക്കൊന്നും ഇനി പുനർജന്മങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. പക്ഷേ ഇത്രയും നാളും എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്, എന്തൊക്കെയാണ് ആത്മീയ മണ്ഡലങ്ങളിൽ ഇത്രയും നാളും ഈ സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നത്, ഇതിന്റെയൊക്കെ ഒരു വിശദീകരണം, കാര്യകാരണങ്ങളൊക്കെ എന്നിലൂടെ ദൈവം നിങ്ങളെ അറിയിക്കുന്നതാണ്. കാരണം പലർക്കും ഇങ്ങനെയുള്ള അറിവുകളൊന്നും കിട്ടാതെ കുറ്റം അത്രയും ആ ദൈവത്തിന്റെ തലയിൽ കൊണ്ടുവച്ച് പ്രവൃത്തും പ്രാഗിയൊക്കെ പോകുന്ന രീതിയിലാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ അന്ത്യകാലത്ത് ദൈവം ശരിക്കും സത്യാവസ്ഥകൾ എന്തൊക്കെയാണെന്ന് ലോകത്തെ സകലർക്കും അറിയിച്ചു കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരു കൺക്ലൂഷൻ, ഇത്രയും നാൾ എന്തൊക്കെ സംഭവിച്ചു, ഇതിന്റെ പിന്നിലേക്ക് കാര്യകാരണങ്ങൾ എന്തൊക്കെയായിരുന്നു, ദൈവം തന്നെയായിരുന്നു, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പൂർത്തീകരണമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനോടകം പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. എന്റെ മുൻ മെസ്സേജുകളെ കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആത്മീയ രഹസ്യങ്ങളും മർമ്മങ്ങളൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. പക്ഷെ ഇനിയൊരു കാലത്ത് ഇനി അങ്ങോട്ടങ്ങോട്ട് പോകുമ്പോൾ ഈ കഴിഞ്ഞതൊന്നും അല്ല ഇനിയുള്ള വിഷയം. ഇനി അങ്ങോട്ട് പോകുന്നത് ദൈവത്തിന് ആവശ്യമുള്ള പോസിറ്റീവായിട്ട് പോകേണ്ട ആത്മാക്കളെല്ലാം സ്ട്രിക്റ്റ് ആയിട്ട് പിടിച്ച് അവരെ പഠിപ്പിച്ച് പോസിറ്റീവിലേക്ക് അവരെ ശുദ്ധീകരിച്ച് കൊണ്ടുപോകുന്നു. ഇതാണ് ഇനി അങ്ങോട്ടുള്ള പ്രക്രിയ. അപ്പൊ അങ്ങനെയുള്ള ശുദ്ധീകരണം നടക്കുമ്പോൾ ഒരുപാട് പേർക്ക് അവരുടെ ബുദ്ധിയിൽ പ്ലാൻ ചെയ്തതും അവരുടെ ആഗ്രഹങ്ങളും ഒന്നും സാധിക്കാതെ വരികയും വിഷയങ്ങളും പ്രശ്നങ്ങളൊന്നും സോൾവ് ആവാതെയൊക്കെ വരുന്ന രീതി ഇനി അങ്ങോട്ട് കൂടി വരും. അപ്പൊ അങ്ങനെ കൂടി വരുമ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളാണ് ഞാൻ എന്റെ മെസ്സേജിലൂടെ എല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. കാരണം നമ്മുടെ ഭാഗത്ത് നമ്മുടെ മോക്ഷം, അതായത് നമ്മുടെ ആത്മാവ് പോസിറ്റീവിലേക്ക് പോകേണ്ടതാണെങ്കിൽ ആ പോസിറ്റീവിൽ പോകാൻ തടസ്സമായി നിൽക്കുന്ന സ്വഭാവത്തിലുള്ള എന്തെങ്കിലും കുഴപ്പങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പരീക്ഷണങ്ങളും പഠിപ്പിക്കലും ഇവിടെ വെച്ച് നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും സാധിക്കില്ല. കാരണം ദൈവം ഉദ്ദേശിക്കുന്ന ലെവലിൽ, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് ഉദ്ദേശിക്കുന്ന ആ ഒരു ലെവലിലേക്ക് നമ്മുടെ മനസ്സ് മാറി പ്രവൃത്തി മാറി വരാതെ നമ്മൾ പ്രതീക്ഷിക്കുന്ന, നമ്മൾ ഭൗതികമായി ചിന്തിക്കുന്ന ആഗ്രഹങ്ങളും കാര്യങ്ങളൊന്നും ഓക്കെയായി വരൂല. ഇതാണ് ഇനി അങ്ങോട്ടങ്ങോട്ട് നടക്കാൻ പോകുന്ന സംഭവം. ഇത്രയും നാളും അങ്ങനെയല്ല. ഈ വ്യക്തി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഭാവിയിൽ നന്നായി വരും എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ച് വിശ്വസിക്കുന്ന ഭൗതിക നേട്ടങ്ങളും കാര്യങ്ങളെല്ലാം ദൈവം നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദൈവം ഉദ്ദേശിക്കുന്നത് മറ്റ് അദൃശ്യ ശക്തികളിലൂടെ. ഒരുപാട് പേര് ദൈവം ആണ് ഇതെല്ലാം നൽകുന്നതെന്ന് വിചാരിച്ച് നെഗറ്റീവ് ശക്തികളെയൊക്കെ പുറകെ പോയി ആരാധിച്ച് അവിടെ നിന്നൊക്കെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. ഇത്രയും നാളും അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഇനിയും ദൈവം അത് സ്ട്രിക്റ്റ് ആയിട്ട് പിടിച്ചില്ലെങ്കിൽ ദൈവമാണ് എന്റെ കാര്യങ്ങളൊക്കെ സാധിക്കുന്നത്, അല്ല സാധിച്ചു തരുന്നതെന്ന് വിചാരിച്ച് ഇവർ വഴിതെറ്റി പിന്നെയും അങ്ങോട്ട് തന്നെ പൊയ്ക്കൊണ്ടേയിരിക്കും. കാരണം അവരുടെ വിചാരം അവരുടെ ജീവിത രീതി ശൈലിയൊക്കെ ഓക്കെയാണ്, പ്രാർത്ഥിക്കുമ്പോൾ കാര്യങ്ങളെല്ലാം നേടുന്നുണ്ട്, തരുന്നുണ്ട്, അപ്പൊ ഇതെല്ലാം ദൈവമാണ് നൽകിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എല്ലാവരുടെയും വിചാരം. പക്ഷെ ഇനി അങ്ങനെയല്ല. ദൈവം തരണമെങ്കിൽ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയിൽ പാലിച്ചാലേ അത് കിട്ടുള്ളൂ. ശരിക്കും ഇത്ര നാളം തന്നുകൊണ്ടിരുന്നതൊന്നും ദൈവമല്ല, മറ്റ് നെഗറ്റീവ് അല്ലെങ്കിൽ അദൃശ്യ ശക്തികളാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന ബോധ്യം മനുഷ്യർക്ക് കൊടുക്കുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടം. അപ്പൊ നമ്മൾ ഇത്രയും നാളും ഈ ഭൂമിയിൽ ഇങ്ങനെയുള്ള ദുർമന്ത്രവാദങ്ങളും അല്ലെങ്കിൽ ഈ മനുഷ്യക്കുരുതികളും ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഭൂമിയിൽ കാര്യസാധ്യത്തിന് വേണ്ടി, ഭൗതിക നേട്ടത്തിന് വേണ്ടി, സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ, പ്രായം കുറഞ്ഞു വരാൻ, അല്ലെ പ്രായം കൂടുന്നത് അറിയാതിരിക്കാൻ, പ്രായം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ, പിന്നെ സാമ്പത്തിക നേട്ടങ്ങൾ, ഭൗതിക സുഖങ്ങൾ, ഇതിനൊക്കെ വേണ്ടി മറ്റ് ശക്തികളെയൊക്കെ ദൈവം എന്ന് വിചാരിച്ച് ആരാധിച്ചു കൊണ്ടിരുന്നപ്പോ ഇവർക്കിതെല്ലാം കൊടുത്തുകൊണ്ടിരുന്നത് ശരിക്കും ദൈവത്തിന്റെ പോസിറ്റീവ് ശക്തികളല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. ചില നെഗറ്റീവ് ശക്തികളാണ് ഇവർക്ക് ഈ നേട്ടങ്ങളും ഭൂമിയിൽ സുഖവും ഉയർച്ചയൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഈ കാലഘട്ടത്ത് ദൈവം ഈ വിധ ശക്തികളെല്ലാം ബ്ലോക്ക് ചെയ്തിട്ട്
ശരിക്കും ദൈവം സ്ട്രിക്റ്റ് ആയിട്ട് ചില പോസിറ്റീവ് ശക്തികളുടെ സഹായത്താൽ ഭൂമിയിൽ ഒരു ന്യായമായ വിധിയും ഇങ്ങനെയുള്ളവർക്ക് അതിൻ്റെതായ ശിക്ഷയൊക്കെ കൊടുത്തു തുടങ്ങുന്ന ഒരു കാലഘട്ടം തുടങ്ങി കഴിഞ്ഞു. അപ്പൊ ഈ കാലഘട്ടം തുടങ്ങിയോണ്ടാണ് ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളെല്ലാം ഇപ്പൊ വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഞെട്ടുന്ന പല സംഭവങ്ങളൊക്കെ ഇപ്പൊ പുറത്തു കൊണ്ടുവരുന്നതെല്ലാം ദൈവം ഈ അന്ത്യകാലത്ത് ശുദ്ധീകരിക്കുന്ന ഭാഗമായിട്ട്, ഭൂമിയെ ശുദ്ധീകരിക്കുന്ന ഭാഗമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഇങ്ങനെ ചെയ്തു അല്ലെ പുറത്തു വന്നു എന്നും പറഞ്ഞ് ഇതിൽ ഉള്ള ആൾക്കാരെയൊന്നും കഠിനമായ ശിക്ഷയും അങ്ങോട്ടൊന്നും കൊടുക്കാനോ അങ്ങനെയൊന്നും നിങ്ങളാരും പ്രതീക്ഷിക്കേണ്ട. അവരുടെ ഭാവിയിലുള്ള ഇങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ ബ്ലോക്ക് ആകുകയും ഇനി അങ്ങോട്ട് സുഖം കിട്ടുകയും ചെയ്യൂല എന്ന് മനസ്സിലാക്കിയാൽ മതി. പക്ഷെ ഇവർക്ക് കഠിനമായ ശിക്ഷ കൊടുത്ത് തീർക്കുകയൊന്നും ഭൂമിയിൽ ചെയ്യൂല. പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അങ്ങനെ ഭൂമിയിൽ ഇത്തരത്തിലുള്ള ദുഷ്ടതകളും ഇങ്ങനെയുള്ള പീഡനങ്ങൾ അല്ലെ കഷ്ടങ്ങൾ നമുക്ക് കാണുമ്പോൾ അറിയാലോ. ഇങ്ങനെയൊക്കെയുള്ള ചെയ്തവർക്കൊന്നും ഭൂമിയിൽ കർമ്മഫലം അനുഭവിച്ച് തീർക്കാൻ ദൈവം കൊടുക്കൂല. കാരണം അങ്ങനെ തീർത്താൽ ഇവരുടെ കർമ്മഫലങ്ങളെല്ലാം തീരുകയും ഇവരൊക്കെ സ്വർഗം അല്ലെങ്കിൽ പോസിറ്റീവ് മണ്ഡലത്തിലേക്ക് ഇവരെ ആത്മാവ് പറഞ്ഞു വിടേണ്ടിയും വരും. പക്ഷെ ഇക്കൂട്ടർക്ക് ശരിക്കും അങ്ങനെ ഒരു സുഖം കുറച്ചു നാളത്തെ ഒരു കർമ്മഫലം അനുഭവിപ്പിച്ച് പോസിറ്റീവിലേക്ക് കൊണ്ടുവരാൻ ദൈവം താല്പര്യപ്പെടാത്തത് കൊണ്ട് ഭൂമിയിൽ അല്പ ഇവരുടെ പ്ലാൻ എല്ലാം ബ്ലോക്ക് ആവും. ഭാവിയിൽ ഇനി അങ്ങോട്ട് സുഖമൊന്നും കിട്ടൂല. ടെൻഷനും കാര്യങ്ങളും അനുഭവിച്ച് ഇനി അങ്ങോട്ട് കാര്യങ്ങൾ ബ്ലോക്ക് ആക്കുകയുള്ളൂ. പക്ഷെ ഇത്രയും നാളും ചെയ്തു കൂട്ടിയ ദുരന്തങ്ങളുടെ ഫലമായിട്ട് ഇവരുടെ ആത്മാക്കളെ നരകം എന്ന് പറയുന്ന ഡയമെൻഷനിലോട്ട് ഇവരെ ആത്മാവിനെ വിട്ട് ശിക്ഷ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഭൂമിയിൽ ഭയങ്കരമായ ശിക്ഷ നടക്കും എന്നൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. ഇവരവരുടെ സ്വാധീനം വെച്ചും പണം വെച്ചും എങ്ങനെയെങ്കിലൊക്കെ ഇതിൽ നിന്ന് തരണം ചെയ്ത് ഇവരിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിൽ തന്നെ അറിയാലോ, 35 വർഷം കൊണ്ട് നടക്കുന്ന കേസുകളൊക്കെ ഇവിടുത്തെ ഭരിക്കുന്ന മന്ത്രിമാർക്കും MLA മാർക്കൊക്കെ ഉണ്ട്. പല കേസുകളുണ്ട്. പക്ഷെ ഇതൊന്നും അങ്ങോട്ട് തീർപ്പും വരുന്നില്ല, ശിക്ഷയും വരുന്നില്ല. കാരണം അങ്ങനെ പെട്ടെന്ന് ശിക്ഷയൊന്നും വരൂല. കാരണം ഈ ഭൂമിയിൽ വെച്ച് തന്നെ ശിക്ഷ കംപ്ലീറ്റ് അനുഭവിച്ച് തീർത്താൽ ഇവരുടെ ആത്മാവ് മോക്ഷം കിട്ടും, അല്ലെങ്കിൽ പോസിറ്റീവിലോട്ട് പോകും. അതിന്റെ ആവശ്യം വരുന്നില്ല. താല്പര്യം ആ സൃഷ്ടാവ് ദൈവത്തിന് ഇല്ല. കാരണം പാപം ചെയ്യുന്ന അല്ലെങ്കിൽ പാപം മനസ്സുള്ള തെറ്റിൽ സുഖിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കൂട്ടറുടെ ഭാവിയിലുള്ള സുഖ പദ്ധതികളെല്ലാം ബ്ലോക്കായിക്കൊണ്ട് ഇവരെയൊക്കെ സദാ ടെൻഷനിലൂടെ മാനസിക സംഘർഷത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയും അവസാനം ഇവരുടെ മരണശേഷം ആത്മാവിനെ ശിക്ഷയും പീഡനവും അനുഭവിക്കുന്ന ഡയമെൻഷനിലോട്ട് കൊണ്ടുതള്ളുകയും ചെയ്യും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നവരെ പോലീസ് പിടിച്ചിട്ടും അല്ലെങ്കിൽ കോടതി വന്നിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന ശിക്ഷയൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ശിക്ഷ കിട്ടി അവരനുഭവിച്ച് തീർന്നാൽ ഈ ആത്മാവിനെ പോസിറ്റീവിലേക്ക് കൊണ്ടുപോകേണ്ടി വരും, അല്ലെങ്കിൽ സ്വർഗം എന്ന ഡയമെൻഷൻ കൊടുക്കേണ്ടി വരും. സൃഷ്ടാവ ദൈവത്തിന് അത് താല്പര്യമില്ല. ഇവരൊക്കെ നശിച്ചു പോകേണ്ട, എന്നും കഷ്ടം അനുഭവിക്കേണ്ട ആത്മാക്കളാണ്. അവരെയൊക്കെ തള്ളിക്കളയേ ചെയ്യുള്ളൂ. പക്ഷെ ഭൂമിയിൽ ഇനി അവരുടെ ഭാവി പദ്ധതികളൊന്നും നടക്കൂല. അതെല്ലാം ബ്ലോക്ക് ആവും. എന്നും ടെൻഷനായിരിക്കും. മനസ്സിന്റെ പഴയ സുഖമൊന്നും ഇനി അങ്ങോട്ട് കിട്ടില്ല. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട സത്യം. കാര്യം പലരും എന്നോട് ചോദിക്കുന്നത്, ഇവരൊക്കെ ഇങ്ങനെയൊക്കെ പീഡനങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ദുഷ്ടതകളും ഭയങ്കരമായ കൊള്ളയും ഒക്കെ ചെയ്യുന്നവര്, ഇപ്പൊ അമ്പല കൊള്ളയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുള്ളൂ. ഇവർക്കൊന്നും കാര്യമായ ശിക്ഷ കിട്ടുന്നില്ലല്ലോ. ശിക്ഷ കിട്ടൂല എന്ന് നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളൊന്ന് ഓർക്കണം. ഇത് പ്രധാനമായ ഒരു സംഗതിയാണ്. എന്റെയും അതിഭയങ്കരമായ സംശയങ്ങൾ അതൊക്കെയായിരുന്നു. എനിക്ക് ദൈവം അങ്ങനെയാണ് മറുപടി തന്നത്. അങ്ങനെ ശിക്ഷ തീർത്താൽ ഇവരുടെ ആത്മാക്കളെ പോസിറ്റീവിലേക്ക് പറഞ്ഞുവിടേണ്ടി വരും. ശിക്ഷ തീർക്കാതെ ഇവരെ നെഗറ്റീവ് ഡയമെൻഷനിലോട്ട് തള്ളിക്കളയുള്ളൂ. കാരണം ഭൂമിയിൽ ഒരു ദിവസം ഒരു ശിക്ഷ അനുഭവിച്ചാൽ നരകം എന്ന ഡയമെൻഷനിൽ 1000 വർഷത്തെ ശിക്ഷ ഇവര് ലാഭിക്കും. അത് ദൈവം പോസിറ്റീവിലേക്ക് പോകേണ്ട ശുദ്ധ മനസ്സുള്ളവർക്ക് അബദ്ധങ്ങൾ പറ്റിയോ തെറ്റുകൾ പറ്റിയോ ചെയ്യുന്നവരെ വെച്ചിരിക്കുന്ന രീതിയിലാണ് ഈ ഭൂമിയിലുള്ള കർമ്മഫലം അനുഭവിച്ച് തീർക്കൽ. അങ്ങനെ വരുമ്പോൾ ഒരു ദിവസം ഇവിടെ എന്തെങ്കിലും കർമ്മം അനുഭവിച്ച് തീർന്നാൽ 1000 വർഷത്തെ നരകയാതനയിൽ നിന്ന് രക്ഷപ്പെടാം. അത് ദൈവം ഇഷ്ടപ്പെടുന്ന ദൈവാത്മാക്കൾക്ക് ഭൂമിയിൽ ഇങ്ങനെയുള്ള കഷ്ടങ്ങൾ വരുള്ളൂ. പക്ഷെ പരമദുഷ്ടർക്കൊന്നും ഭൂമിയിൽ അങ്ങനെ കഷ്ടം കൊടുക്കൂല. അവരെ ഭാവിയിലുള്ള സുഖങ്ങളെല്ലാം ബ്ലോക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് നരകം എന്ന് പറയുന്ന ഡയമെൻഷനിലോട്ടെ തള്ളിക്കളയുള്ളൂ. ഞാൻ എടുത്തെടുത്ത് പറയുന്നതിന്റെ കാരണം ഇത് പ്രത്യേകിച്ച് മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് നമുക്ക് ചുറ്റുപാട് നടക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ദൈവത്തിന് നിങ്ങൾ കുറ്റം പറയാതിരിക്കുകയുള്ളൂ. അത് ഈ ആത്മീയ മർമ്മം നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് എടുത്തെടുത്ത് ഈ കാര്യം പറയുന്നത്. പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ള പീഡനം, കൊച്ചു കുട്ടികളെ വരെ പീഡിപ്പിച്ച് കൊല്ലുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്റെ മുൻ മെസ്സേജിൽ പറയുന്നത് പോലെ ആ കുട്ടികൾ കഴിഞ്ഞ ജന്മത്തിൽ ഇതേപോലുള്ള വൻ പാപങ്ങൾ ചെയ്ത ആത്മാക്കളാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ ഈ പുറമേ കുട്ടി എന്ന് കാണുന്നെങ്കിലും ഈ ആത്മാവിന് കഴിഞ്ഞ ജന്മത്തിൽ പറ്റിയ അബദ്ധവും അത് തിരിച്ചറിയുകയും കരഞ്ഞു വിളിക്കുകയും ദൈവത്തോട് ക്ഷമ പറയുകയൊക്കെ ചെയ്യുമ്പോൾ അടുത്ത ജന്മത്തിൽ ഇതിന് പരിഹാരമായി ഇങ്ങനൊരു ആയുസ്, ഒരു അല്പായുസ് കിട്ടുമെന്നും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ജന്മം കിട്ടുമെന്നും
അന്ന് നിങ്ങൾ ചെയ്ത നീ ചെയ്ത അതേ തെറ്റ് പോലുള്ള തെറ്റ് അനുഭവിച്ച് ഇതിന്റെ കർമ്മഫലം ബാലൻസ് ആകണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ആത്മാവിനെ അടുത്ത ജന്മത്തിലേക്ക് ഇങ്ങനെ വിടുന്നത്. അപ്പൊ ഉള്ളിലെ ആത്മാവിന് ഇത് സത്യം തിരിച്ചറിയാം. പക്ഷെ ഭൗതിക അറ്റാച്ചിലായിട്ടുള്ള ബോധ മനസ്സ് വരുമ്പോൾ ആത്മീയമായിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം താൽക്കാലികമായി മറന്നുപോവുകയും ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഇതിന്റെ കഷ്ടങ്ങളെല്ലാം നേരിട്ട് അനുഭവിച്ച് തീർക്കുകയും ചെയ്യും. മരണശേഷം ഈ ആത്മാവ് സത്യങ്ങളെല്ലാം തിരിച്ചറിയുകയും ദൈവത്തോട് നന്ദി പറഞ്ഞ് ഇനി ഈ തെറ്റൊരിക്കലും ആവർത്തിക്കില്ല എന്ന രീതിയിൽ മറ്റ് ഡയമെൻഷനിലോട്ട് പോവുകയും ചെയ്യും. പിന്നെ അടുത്ത ജന്മം കിട്ടി വരുമ്പോൾ ഒരിക്കലും ഈ ആത്മാവ് അന്ന് ചെയ്തതുപോലെ ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യില്ല. പുതിയ തെറ്റുകളായിരിക്കും പുതിയ ജന്മത്തിൽ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും, അപ്പൊ ഈ കഴിഞ്ഞ ജന്മത്തിൽ ഇവരെ പീഡിപ്പിച്ച് കൊല്ലാനും പീഡിപ്പിച്ച് മൃഗീയമായി പീഡിപ്പിച്ച് രസിക്കുകയൊക്കെ ചെയ്ത ഈ ദുഷ്ടന്മാർക്ക് എന്താണ് വിധി? അവർക്ക് അടുത്ത ജന്മത്തിൽ ഇതേപോലെയുള്ള പീഡനങ്ങൾ അനുഭവിക്കത്തക്ക രീതിയിലുള്ള കുട്ടികളായിട്ടൊക്കെ ഇവർക്ക് പിന്നെ ഭൂമിയിൽ വരേണ്ടി വരും. പക്ഷെ ഇങ്ങനെ ഒരു പ്രാവശ്യം ഒരു ആത്മാവ്, കാര്യം ഞാൻ പറഞ്ഞല്ലോ ആത്മാവ് സ്വതന്ത്രമാണ്. അപ്പൊ സ്വതന്ത്രമായ ആത്മാവ് കാണുന്ന ഭൗതിക സുഖത്തിലും ഭൗതിക നേട്ടത്തിലും മുഴുകി മറ്റ് അദൃശ്യ ശക്തികളായ നെഗറ്റീവ് ശക്തികളുടെ പ്രേരണയാൽ അവർ ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യുമ്പോൾ അതിന് തക്ക ഫലമായി അടുത്ത ജന്മത്തിൽ ഇങ്ങനെയുള്ള തെറ്റുകൾ അനുഭവിക്കേണ്ടി വരും. ഇത് ഒരു പ്രാവശ്യമേ വരുള്ളൂ. ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്യുന്നു, അതേപോലുള്ള അനുഭവം കിട്ടി വരുമ്പോൾ അടുത്ത ജന്മത്തിൽ ഇത് പഠിക്കുന്നു. ഇനി ഈ ആത്മാവ് ഒരിക്കലും പിന്നെ അതിന്റെ അടുത്ത ജന്മത്തിൽ നേരത്തെ ചെയ്ത അതേ തെറ്റ് ചെയ്യൂല. കാരണം അതിന് പ്രായശ്ചിത്തം ഇതേപോലെ തന്നെ അനുഭവിച്ച് പഠിച്ചു. ഇനി അടുത്ത ജന്മത്തിൽ വരുന്നത് പുതിയ തെറ്റുകൾ ചെയ്തിട്ടായിരിക്കും. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിന്റെ അടുത്ത ജന്മത്തിൽ അതേ തെറ്റിന് പ്രായശ്ചിത്തം അനുഭവിക്കാനായിട്ട് ജന്മം കിട്ടും. അപ്പൊ ആ തെറ്റ് പിന്നെ അതിന്റെ അടുത്ത ജന്മത്തിൽ ചെയ്യൂല. ഇങ്ങനെ പല ജന്മം കൊണ്ടാണ് നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ അവസാനം ദൈവത്തിന്റെ വ്യവസ്ഥകൾ മാത്രം പാലിച്ച് പോയാൽ മതി എന്ന മനസ്സ് വന്ന് മോക്ഷപ്രാപ്തിയിലേക്ക് എത്തുന്നത് എന്ന സത്യം കൂടി തിരിച്ച് അറിയണം. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.